പാസ്പോർട്ട് കിട്ടി കൊച്ചിൻ്റെ. നമ്മൾ നാട്ടിൽ പോകാനിരുന്നത്. ഓക്കെ, അത് ഞാനും മോനും, അതായത് ഞാൻ എൻ്റെ കുഞ്ഞും പോകാനാണ് ഇരിക്കുന്നത്. സോ നാട്ടിൽ ആരടുത്തും പറഞ്ഞിട്ടില്ല ഇതുവരെ. സോ വി ഹാവൻ ബുക്ക് ദ ടിക്കറ്റ് ആസ് ഓഫ് ടുഡേ. സോ ഇത് മെയിൻ എൻ്റെ മദറിനെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പാവം കടന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നുകൂടെ, നിങ്ങൾ കുറേ വർഷം ആയില്ലോ നാട്ടിൽ വന്നിട്ട് ആൻഡ് ഓൾ ദാറ്റ്. സോ വി ആർ ലൈക്ക്, അമ്മ നമുക്ക് ഇത്രയും പേര് വരാൻ ടിക്കറ്റൊക്കെ ഭയങ്കര ചിലവല്ലേ, എനിക്ക് ജോലിയും കൂടി ഇല്ല, ഇപ്പോൾ മെറ്റർണിറ്റി ലീവല്ലേ, സോ ദേ വിൽ കട്ട് ഡൗൺ ദ സാലറി ആൻഡ് ഓൾ. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ബുക്ക് ദ ടിക്കറ്റ്. ഐ വോണ്ട് ടു ചെക്ക് വിത്ത് എയർലൈൻസ് ലൈക്ക് എങ്ങനെ സംഭവം. ഐ വിൽ ബി ഗോയിങ് അലോൺ. ഞാൻ ഒറ്റയ്ക്കായിരിക്കും കൊച്ചായിട്ട് പോകുന്നത്. 3 ഇയേഴ്സായി നമ്മൾ പോയിട്ട്. വെരി വെരി ഇമോഷണൽ ചെയ്യാം. 3 ഇയേഴ്സായി അന്ന് വിട്ടതാ. സോ മെനി ടൈംസ് വി ട്രൈഡ്, നമ്മൾ പോകാൻ നോക്കി. ബട്ട് മോൻ്റെ സ്കൂളുണ്ട്. നമ്മളൊരു സിക്കായാലും ഇവിടെ അയക്കാനാണ് പറയുന്നത് പിള്ളേരെ. പിന്നെ സം എക്സെപ്ഷൻ കേസസ് ഇവിടെയൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ഈച്ച് പാരൻറ്റ് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അതിപ്പോൾ കൂട്ടുന്നു 60 pounds ഈച്ച് പാരൻറ്റ്. അപ്പോൾ 60 120. അത് നേരത്തേത്താണോ? ഇപ്പോൾ ടോട്ടൽ 180 ആണ്, അങ്ങനെ എന്തോ. പിന്നെ ആകെ ഉള്ളത് ടേം ടൈം, ഓക്കെ, അതായത് ഹോളിഡേ സമയത്ത്. അപ്പോൾ ഇതൊക്കെ കൂടുതലായിരിക്കും റേറ്റൊക്കെ. ദിസ് ടൈം വി ആർ പ്ലാനിങ് ടു മാനേജ്. പോയേ പറ്റും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ ജോലി തുടങ്ങിയാൽ പിന്നെ അതിന് ഇനി ഞാൻ ഓക്കെ സാർ മാഡം പ്ലീസ് ഗിവ് മീ ലീവ്. അത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. പ്രീവിയസ് വെർഷൻ തന്നെ ആൾക്കാരങ്ങ് അത് ബുക്ക് ചെയ്ത് വെക്കും. യാ, സോ ഹാപ്പി. രാവിലെ 8:15 നിങ്ങൾ ഇവളെ എടുത്തിട്ട് നേരെ ബാബുവാൻ്റെ അങ്ങോട്ട് പോയാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ ഫുഡൊക്കെ, നിങ്ങൾ ഉച്ചത്തേക്കുള്ള ഫുഡെല്ലാം നിങ്ങൾ സ്പോൺസർ എന്ന് പറഞ്ഞാൽ മതി. ഇവള് ഇരിക്കുന്ന കാര്യമൊന്നും പറയണ്ട. വീട്ടില് ബാബുവാൻ്റെ അമ്മയൊക്കെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയാൽ മതി. ഇങ്ങനെ നിങ്ങൾ വന്നിട്ടുണ്ട് കാണാൻ വരാന്ന് പറഞ്ഞിട്ട്, നമുക്ക് ഫുഡ് ഇവിടെ നടിക്കാന്നും പറഞ്ഞിട്ട്. അപ്പൊ കാണുമ്പോ നമ്മൾ എന്തുകൊണ്ട് വരണില്ലെന്നും പറഞ്ഞ് ഭയങ്കര വിഷമം. ಅಪ್ಪನ ಇಷ್ಟಲ್ಲದ ಎಣ್ಣ ನೋಡ ಅಮ್ಮನ ಇಷ್ಟಲ್ಲದ ಅಣ್ಣ ಇಷ್ಟಲ್ಲದ ಎಣ್ಣ ಬಣ್ಣದ. സോ ഞാൻ ഇപ്പോൾ കൊച്ചിൻ്റെ തുണി, പിന്നെ ഇൻസ്റ്റൻറ്റ് മിൽക്ക് വിത്ത് ടീറ്റ്, കിട്ടും ഇതുപോലെ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ബാഗിൽ വെക്കാൻ പോവാം. പിന്നെ ഇതിലൊക്കെ ഞാൻ മസ്ലിൻ ഷീറ്റ് വെച്ചിരിക്കുക വിത്ത് പാമ്പേഴ്സിൽ പാഡ്. ഓക്കെ, മസ്ലിൻ ഷീറ്റ് വിത്ത് പാഡ് വെച്ചിരിക്കുക. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാമല്ലോ. നോക്കട്ടെ, കംപ്രസ് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെന്താ, ഇതിൻ്റെ ഒരു 3 കാർട്ടൂൺ വാങ്ങിച്ചിട്ടുണ്ട്. 23 കിലോ ഉള്ളൂ, പ്ലസ് അവന് 10 എന്തോ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് എല്ലാം കൂടി ഞാനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി, അതുകൊണ്ട് ഈ ഒരു പെട്ടി മതിയെന്ന് പറഞ്ഞിരിക്കുക. സോ ഇതിലിപ്പോൾ 6 എണ്ണം കിട്ടും കേട്ടോ, 70 ml, അതായത് ഒരു 55, ഇങ്ങനെ ഇരിക്കും, 55 ml. അപ്പോൾ 2 കുപ്പി വെച്ച് കുടിക്കും മിക്കാറും. എവറി 2 hourly ഫീഡാണ്. പിന്നെ ഇത് പകുതിയോളം പാമ്പേഴ്സിന് ഇതാണ്ട് വെച്ചു. പാമ്പേഴ്സിന് വിളിക്കാൻ ഞാൻ നാപ്പി വെച്ചു. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1:30 തുടങ്ങിയ രാത്രി 10, ഇവിടുത്തെ 10:30 ഞാൻ ഡൽഹി എത്തണം. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, അതായത് നാട്ടിലെ 3:15 എന്താകുമ്പോൾ അവിടെ എത്തും. ഞാൻ ഇതുവരെ എൻ്റെ ടിക്കറ്റ് നോക്കില്ല, ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഞാൻ ഇതാക്കുന്നതാണ്. 3:15 ആകുമ്പോൾ ഡൽഹി എത്തിയിട്ട് ആഫ്റ്റർ 1.5 hours ഡിലേ ഇല്ലെങ്കിൽ അവിടുന്ന് ട്രിവാൻഡ്രം പോവും. ഓക്കെ, സോ എൻ്റെ മെയിൻ നെർവസ്നെസ് എന്ന് പറഞ്ഞാൽ ഈ ബാഗേജൊക്കെ എടുത്ത് ഇടുകയും പിടിക്കുകയും, അതാണ് എൻ്റെ മെയിൻ ഒരു വിഷമം. ഇതെങ്ങനെ ചെയ്യും, ആരെങ്കിലും ഹെൽപ്പിന് വരുമോ, അതോ സ്റ്റബൺ ആയിരിക്കുമോ. പിന്നെ സെക്കൻഡ് മെയിൻ തിങ് ഇസ് ഡിലേ, ബിക്കോസ് കൊച്ചിൻ്റെ വെച്ച് ഇത്ര നേരം ഇരിക്കണ്ടേ. സോ അതെനിക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ വയ്യ. യു ക്യാൻ ഇമാജിൻ ലൈക്ക് സ്ലിങ്ങിൽ വെച്ചിട്ട് ബാക്കിൽ ബാക്ക് പാക്കും. ഓക്കെ, വലിയൊരു അഡ്വഞ്ചർ ആയിരിക്കും. ഇങ്ങനെയെങ്കിലും ഓരോ ദിവസവും തീർത്തേ പറ്റൂ. ഞാൻ അങ്ങനെ വിഷ്ണിയിലാക്ക്. അപ്പോൾ എൻ്റെ മുടി കളർ ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചില്ല. ഇന്നലെ ഫ്രണ്ട്സ് വന്നു പറഞ്ഞ് ആ ഒരു കാരണം പറഞ്ഞ് അമ്മയെ വിളിക്കാതെ രക്ഷപ്പെട്ടു. ഇന്നും വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. നാളെ ഞാൻ പോകുന്നത്. അപ്പോൾ നാളെ ഏതായാലും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറയാനിരിക്കുന്നത്, നാളെ ഇവിടെ കേബിളിൻ്റെ വർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് നാളെ വിളിക്കാൻ പറ്റത്തില്ല. സമയമുണ്ടെങ്കിൽ വിളിക്കാം അമ്മയെ. ഇങ്ങനെ പറഞ്ഞിട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറയും മറ്റന്നാളെ കാണാം അമ്മ എന്ന് ഇങ്ങനെ പറയാം. അമ്മ പ്രതീക്ഷിക്കത്തില്ല ഇപ്പം ഞാൻ പോകുന്ന കാര്യം. അപ്പോൾ മറ്റന്നാളെ കാണുമ്പോൾ ഓക്കെ, അപ്പോൾ ഷോക്കോ. അപ്പോൾ എൻ്റെ അടുത്ത് പറയില്ലല്ലോ,
നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ ഹിന്റ് തന്നു, ഞാൻ പറഞ്ഞല്ലോ മറ്റന്നാളെ കാണാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ അപ്പം ഈ ഒരു വേർഡ് പറയുന്നതായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ പ്ലാൻ. ഇവിടെ ഈ മഴ അതിലൊക്കെ പെയ്തിട്ട് ഈ ഇന്റർനെറ്റൊക്കെ ഭയങ്കര സ്ലോവും കാര്യങ്ങളും ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ആളൊക്കെ ഇവിടെ കേബിൾ പണിയായിരിക്കും, നെറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറച്ച് കൺസെന്റും അത് ഇതൊക്കെ ചോദിക്കാനായിട്ട് വന്ന് അതിന് സംസാരമായിരുന്നു. നമ്മൾ ഈ കൊച്ചിനെ പിടിച്ച് ആട്ടുമ്പോഴായിരിക്കും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് കഥ കിട്ടുന്നത്. അങ്ങനെ അപ്പൊ നാളെ ചിലപ്പോ നെറ്റൊന്നും കിട്ടൂല. ഓറിയോ സമയമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. മൊബൈൽ ഡാറ്റയും വലിയായിട്ടില്ല എനിക്കിപ്പം. അപ്പൊ ഞാൻ മറ്റന്നാളെ കാണാം കേട്ടോ. ഓക്കെ, മറ്റന്നാളെ കാണാം. ഓക്കെ അമ്മ, ബൈ. മെസ്സേജ് ഇടാം. ഓക്കെ, കാണാം, ബൈ. മറ്റന്നാളെ കാണാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ്, വെച്ചിട്ടുണ്ട്. പാവം തന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. മറ്റന്നാളെ കാണാമെന്ന് എടുത്തെടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല, മറ്റേ ആൻറ്റിയൊക്കെ വിളിക്കുമ്പോൾ അവരുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ ഞാൻ ഒരു ഡോഗിനെ കാണിച്ചില്ലേ, നമ്മുടെ പെറ്റ് അവിടെ ഉള്ളതുകൊണ്ട് അവന് സംഭവം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ഇല്ല. സോ അവനെ വിട്ടിട്ട് എവിടെയും പോകാൻ പറ്റത്തില്ല അമ്മയ്ക്ക്. അങ്ങനെ അക്കടി പറ്റിയിരിക്കുക പാവല്ലേ. ജസ്റ്റ് കാൺ വെയിറ്റ് ടു സീ ഹർ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ബാക്കി ഉണ്ട്. നാളെ നെറ്റൊന്നും കിട്ടത്തില്ല, മറ്റന്നാളെ കാണാമെന്ന് പറഞ്ഞ് വെച്ച് ഞാൻ. അപ്പോൾ ക്ലിക്കൊന്നും ആയിട്ടില്ല കേട്ടാ. ഞാൻ 2 ദിവസം കാണാം, മറ്റന്നാളെ കാണാം. ഡോക്യുമെന്റ്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എന്തോ അതായത് പാസ്പോർട്ട് എൻ്റെയും കൊച്ചിൻ്റെയും, റെഡ് ബുക്ക്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു. ഞാൻ പറയട്ടെ, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക് ഇവിടെ റെഡ് ബുക്ക് കിട്ടും, ഈ വാക്സിനേഷൻ ബുക്ക് പോലൊക്കെ അതിലെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ റെഡ് ബുക്ക് എടുക്കണം, ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ എൻ്റെ പേര് മാറ്റിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു തന്നത് എൻ്റെ പേര് മീൻസ് ഹസ്ബൻഡിൻ്റെ പേരിലോട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ പക്ഷേ എൻ്റെ മോൻ്റെ പേരിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഒബ്വിയസ്ലി ഫാദറിൻ്റെ പേരല്ല വരുന്നത്. അപ്പോൾ അത് പ്രൂഫ് അങ്ങനെ ഉള്ളപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം പ്രൂഫായിട്ട് കൊണ്ടുപോകണം. ഓക്കെ, സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകണമെന്നുള്ള പ്രൂഫ്. ഓക്കെ, അപ്പോൾ അതിന് റെഡ് ബുക്ക് വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, പാസ്പോർട്ട് എടുത്തു, ടിക്കറ്റ് എടുത്തു, പിന്നെ ഷെയർ കോഡ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന നിയമമാണ് ഈ വിസയും പാസ്പോർട്ടും ലിങ്ക് ചെയ്യണമെന്ന്. അപ്പോൾ അതിനുള്ളൊരു ഷെയർ കോഡ് കിട്ടും. അപ്പോൾ എനിക്കും എടുത്തു, കുഞ്ഞിനും എടുത്തിട്ടുണ്ട് കേട്ടോ, പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇല്ലേ ഇത്രയും കാര്യം. പിന്നെ നാട്ടിലത്തെ പാൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ ബാങ്കിൻ്റെ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ബാക്കി കാര്യം നാളെ കാണാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ട്രാവലിംഗ് 1:30 ഫ്ലൈറ്റ്. പറഞ്ഞേ ഉള്ളൂ. എത്ര 10 o'clock. ഹലോ, ഇങ്ങോട്ട് പോകുന്നു. പോയിന്റ് ചോടി.
പക്ഷേ നേരെ ആക്കിക്കോ. ഇതാണ് ഗൈസ് സെറ്റപ്പ്. കാല് വെളിയിൽ പരിപാടി റെഡി. മമ്മ എന്നാൽ വട്ടം നിട്ടില്ല. Mama and babies, they are traveling, first traveling. ഞാൻ ഇവിടെ കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ബാഗ് ടാഗൊക്കെ ഇതിനകത്ത് തന്നെ എടുത്ത് പിന്നെയാണ് അതൊക്കെയാണ് ചെക്ക് ഇൻ കൗണ്ടേഴ്സ്. അപ്പോൾ അവർക്ക് എന്നെ കൂടെ അവിടെ വരെ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ബാഗ് വെച്ചൊക്കെ തന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ടാഗ് എടുക്കണമെന്ന് പറഞ്ഞു. ഇതാണെന്ന് തോന്നുന്നു. എല്ലാം പറയാനുണ്ട്. ഗുഡ് ബൈ ഇട്ടിരിക്കണം കേട്ടോ. ഗുഡ് ബൈ ആണ്. വീഡിയോ എടുക്കണം. ഓക്കെ. അപ്പോൾ കൺസെൻറ്റ് ഫോം കൊടുക്കണം. ഇപ്പോൾ ഞാനും കൊച്ചും മാത്രമല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എയർ ഇന്ത്യയുടെ ട്രാഫിക്കോ അത് ഗൂഗിൾ അടിച്ചാൽ കിട്ടുമായിരിക്കും. അതിൽ ഇമെയിൽ ID ഉണ്ട്. അതിലോട്ട് ഹസ്ബൻഡിൻ്റെ പേരും ഏത് ഫ്ലൈറ്റ് നമ്പറാണ് അതൊക്കെ വെച്ചിട്ട് ഐ കൺസെൻറ്റ് ടു ലീവ് കൊച്ചിൻ്റെ പേര് വിത്ത് മദർ ഞാൻ പിന്നെ പാസ്പോർട്ട് നമ്പറും ബ്ലാ 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 അതൊക്കെ ഇട്ട് ഒരു ഇമെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ ഒരു എയർ ഇന്ത്യയുടെ ഇമെയിലിൽ. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഈ കൗണ്ടറിന് അവർ ടിക്കറ്റും ബാഗേജ് ടാഗ് ഇനി അവിടെ കൗണ്ടറിൽ പോകുമ്പോൾ ബോർഡിംഗ് പാസ് കിട്ടുമെന്ന് പറഞ്ഞു. ഇമെയിൽ അയക്കുമ്പോഴത്തേക്ക് അതായത് പാർട്ട്ണറിൻ്റെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ ഒരു പരിവായി. ഞാൻ ഗേറ്റിലോട്ട് പോകണ കേസ്. I'm literally shivering. Yeah. Wow. Tato. ബുല്ല് ഇത് കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്ന തല ഇറങ്ങുന്നില്ലേ. ഞാൻ അതുകൊണ്ട് സ്ട്രേറ്റ് വാളിലൊക്കെ നോക്കിയിട്ട് ദിവസം ചുമന്ന് കൊണ്ടാറടി ഗേറ്റ് എത്തി. എയർപോർട്ട് അസിസ്റ്റൻസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പല്ലടിച്ച് വെച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. നല്ല കാലമായതുകൊണ്ട് അവൻ്റെ ഒരു കരച്ചിൽ. പിന്നെ എല്ലാവരും കൊച്ചിനെ ഈ സെക്യൂരിറ്റിൻ്റെ അവിടെ കൊച്ചിനൊക്കെ പിടിച്ച് സഹായിച്ചു കേട്ടോ, ഹോൾഡ് ചെയ്യാൻ സഹായിച്ചു. ഈ എൻ്റെ ക്രീം എടുത്ത് മാറ്റി, കൊച്ചിൻ്റെ ബേബിയുടെ ക്രീം 100 ml അപ്പോൾ പറ്റത്തില്ല എന്ന്. പിന്നെ സ്ലിങ് ഇടാനൊക്കെ ആൾക്കാർ സഹായിച്ചു. ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും ഡൽഹി ടു ട്രിവാൻഡ്രം, ഡൽഹി എത്തുമ്പോഴത്തേക്കും അവിടുന്ന് ബാഗ് എടുത്ത് ഇനിയും അടുത്ത ചെക്ക് ഇൻ ചെയ്യണമെന്ന്. അവിടെയൊക്കെ ആര് സഹായിക്കും എന്താവുമെന്ന് കണ്ടറിയാം. എങ്ങനെ ചെയ്യാൻ ഈ കൊച്ചും വെച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ഏതായാലും എത്തി ഗൈസ്. എവിടെ നമ്മള് ഫസ്റ്റ് ഫ്ലൈറ്റ്? നമ്മളെ ഗേറ്റിൻ്റെ അങ്ങോട്ട് വരെ ഒരു അരമണിക്കൂർ കേട്ടോ. ആരും അങ്ങനെ പാസ്പോർട്ടൊന്നും ചെക്ക് ചെയ്യില്ല. ആദ്യത്തെ ആ ഒരു ഇത് മാത്രം കൗണ്ടറിൽ കൊടുത്ത് തന്നെ. പിന്നെ നമ്മൾ സ്ട്രേറ്റ് സെക്യൂരിറ്റി കഴിഞ്ഞ് നടക്കുമായിരുന്നു. എല്ലാവരും സഹായിച്ചു ബേബിയൊക്കെ. ഹാഫ് ആൻ അവർ നടക്കാൻ നോക്കിക്കും. എടാ കണ്ണു നേരം ഇടാ. എയർപ്ലെയിനിൽ പോകുന്നുണ്ട് ചക്കില്ല. सराहने पर ഞാൻ ചക്കരെ ഇങ്ങനെയൊക്കെയായിരുന്നു.
ഹെൽപ്പ് ചെയ്യാൻ ആളെ കിട്ടി. ഡൊമസ്റ്റിക് കേസ് എല്ലാം ക്ലോസ് ആയെന്ന് തോന്നുന്നു. ഇതാണ് ഡൊമസ്റ്റിക്. ആള് ഓടുന്നത് ആയിട്ടുണ്ട്. அப்படியா? நான் மனோகர். ഇവന്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ വിളിച്ചോട് മനോഹർ ഇത് താൻ കേട്ടുന്നത്. സാധാ വലിയ ഇത്. ഓ അവിടെ നോക്കി നിൽക്കുന്ന കേട്ടാ. ഇന്നടുത്തു എനിക്കിതൊരു ബന്ധമില്ല. ഹലോ എല്ലാരും റിയാക്ഷൻ എടുക്കുകയാണ്. ഇല്ല അതിന് വേണ്ടിയിട്ടാണ് സങ്കടമൊക്കെ വന്ന് ആനന്ദ കണ്ണീർ. ചിരിക്കുന്നല്ലേ? ചിരിക്കുന്നത്
ഭയങ്കര ചിരിയിലിരിക്കണടാ. എടാ എനിക്കെന്റെ നാത്തൂനെ കണ്ടപ്പോ ഹൃദയം പൊട്ടി ഒരു കരച്ചിലൊക്കെ വന്നടാ. കരഞ്ഞടാ. ഞാൻ പറഞ്ഞു ഞാൻ കാറ് നിർത്തണ സ്ഥലത്ത് വന്ന് നിക്കണോന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കണേ ലണ്ടനിലോ അമേരിക്കയിൽ നിന്നോ വല്ലതും വരണുണ്ടോ. ഇഷ്ടപ്പെട്ടല്ല ഫോട്ടോഷൂട്ട് ചെയ്യുക. ഫോട്ടോ എടുക്കുന്നുണ്ട്. പുതിയ മനുഷ്യനെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓരോരോ ആൾക്കാർ വരെയാണ് കാണാൻ. ഞാൻ ഇവിടെ പാത്ത് നിൽക്കുകയാണ് ഗൈസ് ഈ റൂമിൽ. കുറച്ച് കഴിഞ്ഞ് ഇവിടെ ചാടിച്ചില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് പാവം തന്നെ. അമ്മ വന്ന കേട്ടോ. എടുക്കാൻ റിയാക്ഷൻ ചേച്ചി വന്ന ചേച്ചി അമ്മയും അപ്പനും വരുന്നവരാ. അമ്മയും അപ്പനും വരുന്നവരാ. ആർക്ക് വേണമെങ്കിലും തരാം. ഹലോ, എന്താണ് കൊച്ചു? എൻ്റെ ഫ്രണ്ടിൻ്റെയാ. ആ ഓ പിള്ളേരുടെ കുഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ മോ. അത് തന്നെ. ഇതാണ് ഫ്രണ്ടിൻ്റെ. കൊടുക്കത്തില്ലേ? അമ്മമ്മയ്ക്ക് കൊടുക്കത്തില്ലേ? പോളിനെ ജിൻസിയെ കണ്ടിട്ട് മനസ്സിലായില്ല.
ജിൻസിയെ കണ്ടിട്ട് പോളിന് മനസ്സിലായില്ല ഇങ്ങനെ നോക്കുന്നു. ഓക്കേ ക്ലോസ്. ഓ കൈയൊക്കെ അഴുക്ക് അതാ. ടീച്ചർ ഇവിടെ ഇരിക്കണം. ഞാൻ കൊടുക്കേ. ഹലോ ലിൻഡ അല്ലേ? പേര് എൻ്റെ പേര് ബിന്ദു ആണേ. ബിന്ദു എന്നറിയാവോ? ആണോ? ആഹാ, വേറെ ഏതൊക്കെ ബിന്ദു എന്നറിയാവോ? ആ, മിഥുന്റെ ഭാര്യ ആ ജെനിയാണ് ഞാൻ. ഞാൻ മോളി ചേച്ചിയുടെ അവിടെ വന്നിരിക്കുന്നു ഞാൻ. അമ്മ എന്ത് വിചാരിച്ചു? പിന്നെ ഞാൻ വിചാരിച്ച് കൊച്ച് എങ്ങനെ ഇവിടെ വന്ന്, പക്ഷെ ഇവളുടെ മരണകാര്യം എനിക്ക് ഒരു ആരും ഒന്ന് ഹിന്ദി ചെയ്ത പോലും ഇല്ലല്ലോ. നമ്മളും ആരും അറിഞ്ഞില്ല. പിന്നെ റാണി ആന്റി വരണില്ല എന്ന് ഇവിടെ വിളിച്ചു ഓട്ടോ വരാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവരിനി എന്നെ വിളിക്കാൻ വരുമ്പോ ഇനി പട്ടിയെ കാറ് കേട്ടിട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ച് ഓട്ടോയിൽ ഞാൻ നിസാറിനെ വിളിച്ചിറങ്ങി. നിസാറിനെ കണ്ട വഴിയിൽ വെച്ച് ആയെന്തോ പറഞ്ഞല്ലേ? അപ്പോഴാണ് പറഞ്ഞ കൊല്ലക്കാര് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ പറയുള്ളൂ, കൊല്ലക്കാരെ കണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. ജെൻസിയെ പടി കിട്ടിയില്ല എങ്കിൽ പറഞ്ഞല്ലേ. ജെൻസിയെ കാണാൻ ചാൻസ് കുറവായിരുന്നു. ഞാനിപ്പുറത്ത് അപ്പുറത്ത്. അതേപോലെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട് സർപ്രൈസ്? അമ്മയ്ക്ക് മനസ്സിലായില്ല, അതാ രസം. സോറി. ആരിത് സൂചിച്ച് കിടക്കുന്നത്? ആരിത്? മുഖം നോക്കി